അപ്പോൾ എല്ലാവർക്കും തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പ്രത്യേകിച്ച് സബ്ജക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു 2 കൺസെപ്റ്റ് പറയാം. മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും. മാനസികാരോഗ്യം ഇത് വളരെ വിലപ്പെട്ട ഒന്നാണ്. നമ്മുടെ ലൈഫല്ലേ, നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് സന്തോഷം വരും, സങ്കടം വരും, ദേഷ്യം വരും. നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ചൊക്കെ ഒരു 2 ദിവസമൊക്കെ സന്തോഷത്തോടെ ഇരുന്നാൽ പിന്നെ 3-ാമത്തെ ദിവസം ചിലപ്പോൾ സങ്കടമായിരിക്കും, വേദനയായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വിഷമം നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള വിഷമം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് തന്നില്ലെങ്കിലോ, എന്തെങ്കിലും ചെറുതായിട്ടുള്ള വലിയ വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങളതിനെ കെയർ ചെയ്യാതിരിക്കുക. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരിത് കുറയും. പിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും, പക്ഷേ അതൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചു പിന്നെ ഓവർ തിങ്കിങ് എന്ന് പറയും. ഓവർ തിങ്കിങ് ഒരു ബാഡ് ഹാബിറ്റാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ റിസർച്ച് കൊണ്ടാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷേ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ചില പ്രണയത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഓവർ തിങ്കിങ് വളരെ നല്ലതായിരിക്കും. കാരണം പ്രണയത്തിനെ പറ്റിയിട്ടും അവരെന്തുകൊണ്ടാണ് പെൺകുട്ടി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് അവസാനം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം പറയാം, ആ മനസ്സിലായ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതും എൻ്റെ അഭിപ്രായത്തിൽ ഓവർ തിങ്കിങ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മോശം ഹാബിറ്റ് തന്നെയാണ്. പക്ഷെ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ നിർത്തുക. നിങ്ങൾ ഇനിയും ഓവർ തിങ്ക് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലേക്കും അതിൻ്റെ അപ്പുറത്തെ വിഷാദ സ്റ്റേജിലേക്കൊക്കെ അങ്ങനെ പോകാൻ നോക്കും. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ശരിക്കുള്ളൊരു വ്യക്തിയെ ഭ്രാന്ത് എന്നുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ റിസർച്ചിന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാര്യങ്ങളും പല പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ പാസ്റ്റിൽ നമ്മൾ കണ്ട മൂവീസ്, പാസ്റ്റിൽ നമ്മൾ കണ്ട അഡൽറ്റ് കണ്ടൻസ്, പാസ്റ്റിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മളെ പല രീതിയിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാസ്റ്റിൽ ഒരു അഡൽറ്റ് കണ്ടത് ഇപ്പോൾ ഫ്യൂച്ചറിൽ, അതായത് ഈ ഒരു പ്രസൻറ്റ് സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. നിങ്ങൾ ആ ഒരു പാസ്റ്റിലത്തെ കാര്യം നിങ്ങളിങ്ങനെ തലച്ചോറിലേക്ക് ഓർക്കുകയാണ്. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്, അന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡൽട്ട് കണ്ടന്റ് ആലോചിക്കുകയാണ്. ആ ഒരു അഡൽട്ട് കണ്ടന്റ് ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിലേക്ക് സ്വാധീനിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ പറ്റും. അതുപോലെ നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിൽ നല്ലൊരു ഫീൽ കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ വീണ്ടും ചെയ്യാനും നമ്മളങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തലച്ചോറ്. അതായത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മിഠായി കഴിച്ചു, സ്നിക്കേഴ്സ് കഴിച്ചുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ കിട്ടി, നല്ല രുചി കിട്ടി. പക്ഷെ നമുക്കത് വീണ്ടും വാങ്ങണം തോന്നി. പക്ഷെ പിന്നെ നമുക്ക് പറ്റിയില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് സ്നിക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് വാങ്ങും. അതുപോലെ ഞാനൊക്കെ ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഫ്രൂട്ടി കുപ്പി കണ്ട് അത് വാങ്ങണം ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, മയക്കുമരുന്ന് യൂസ് ചെയ്ത ഒരാളാണ്. പണ്ടൊക്കെ മയക്കുമരുന്ന് യൂസ് ചെയ്ത ഒരാളാണ്. പക്ഷേ അയാളിപ്പോൾ ഒരുപാടധികം മാറി. പക്ഷെ എന്നാലും അയാൾ മയക്കുമരുന്ന് അഥവാ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ടോവിനോൻ്റെ ഒരു പടമുണ്ട്, തീവണ്ടി പറഞ്ഞാൽ. അതിൽ അയാൾ വീടി ഇങ്ങനെ വലിച്ച് അവസാനം വീടി നിർത്താൻ ഒരുപാട് കഷ്ടപ്പെടും. അതുപോലെ നമ്മൾ നമുക്ക് ആ ഒരു കിട്ടിയ സുഖം പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. കാരണം സുഖങ്ങൾ നമ്മുടെ തലച്ചോറും മറക്കൂല. അത് എന്ത് സുഖമായിക്കോട്ടെ. പലതരം സുഖങ്ങളുണ്ട്. കാമത്തിൻ്റെ പേരിൽ സുഖങ്ങളുണ്ട്, പലതരം സുഖങ്ങളുണ്ട്. ഇതിലൊക്കെ അൾട്രാ ഡോപ്പമീനാണ് നമ്മുടെ തലച്ചോറിലേക്ക് കിട്ടുന്നത്. സോ ഈ തലച്ചോറിന് ഒരു സുഖങ്ങളെ ഓർത്തെടുക്കാനൊരു കഴിവുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു സുഖം ചിലപ്പോൾ പ്രസൻറ്റിൽ അനുഭവിക്കാൻ പറ്റും, ആ ഒരു ഫീലിങ്. സോ അതുകൊണ്ട് പാസ്റ്റിലുള്ള ഓവർ തിങ്ക് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളെപ്പോഴും നമ്മുടെ മുടി, നമ്മുടെ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുക. അതിപ്പോൾ ചിലപ്പോൾ എണ്ണ തേച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ല ഫുഡ്, ബയോട്ടീന്, സിങ്ക്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് നമ്മൾ നല്ലതായിട്ട് കൊടുക്കുക. നമ്മുടെ മുടിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസിൽ കണ്ടോ ഇതൊക്കെ എൻ്റെ ഒരു ടീനേജിൻ്റെ ഒരു ഇതാണെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ ഫേസിനൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്.
നമ്മൾ നമ്മുടെ ഫേസിനെയും ഹെയറിനെയും നമ്മുടെ ഫിസിക്കലിനെ കെയർ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞുതരാം, ഒരു സംഭവം. നാവുകൊണ്ട് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെക്കിലെ അതിൻ്റെ ജോ ലൈന് നമുക്ക് കിട്ടും, ഒരു പോസ്റ്റർ കിട്ടും, ജോ ലൈന്. സോ അതിൽ ഒരുപാട് പേര് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ സമയം കിട്ടും. പക്ഷേ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർക്കും ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാലും മുഴുവനായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രീഡും, നമ്മളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ലുക്കൊക്കെ നമ്മളെ ഡിസൈഡ് ചെയ്യുന്നതന്നെ നമ്മുടെ ഹെയറും നമ്മുടെ ബ്രീഡും നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കുക. പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് അടിക്കുക, നല്ല പ്രോട്ടീൻപരമായിട്ടുള്ള ഫുഡ് അടിക്കുക. പിന്നെ എക്സസൈസാണ് മെയിൻ. നമ്മൾ ഫുഡ് അടിച്ച് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം. ഒന്നെങ്കിൽ കായികപരമായിട്ടുള്ള എക്സസൈസ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ബോക്സിങ് പ്രാക്ടീസോ അല്ലെങ്കിൽ ഫുട്ബോളോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എക്സസൈസ് നിർബന്ധമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ വെള്ളമായിരിക്കും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു എത്ര ശതമാനം ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും വെള്ളമാണ് നമ്മുടെ സൗന്ദര്യം കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സൗന്ദര്യം മെച്ചപ്പെടും, അത് നമ്മുടെ ഫിസിക്ക് ബെറ്റർ ആവും. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ബെറ്റർ ആവും. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത വിഷമങ്ങളും ചിന്തകളും നമ്മളെ തലക്കേറ്റി വെക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ വിട്ടേക്ക്. ആവശ്യമില്ലാത്ത ഞാൻ പറയാം, ചിന്തകൾ വെറും സ്പന്ദനങ്ങളാണ്. അതായത് നമ്മളൊരാളങ്ങനെ തൊടൂലേ, ഒരാളങ്ങനെ തൊട്ടിട്ട് കൈയെടുത്തു, അത്രയേ ഉള്ളൂ ചിന്തകൾ. നമ്മൾ വെറുതെ തൊടും, നമ്മളെ മനസ്സിലേക്ക് വെറുതെ വരും. നമ്മൾ അതെങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കണ്ട കാര്യങ്ങളും പുതിയതൊക്കെ വെച്ചിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പാസ്റ്റും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആ പുറത്തുനിന്ന് കാര്യങ്ങൾ വന്നിട്ട് തലച്ചോറിലേക്ക് കയറുകയാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക, ഒരു സ്പന്ദനങ്ങൾ. അതായത് നമ്മളൊരാളിങ്ങനെ തൊട്ടിട്ട് തൊടും, കൈയെടുക്കും, അത്രയേ ഉള്ളൂ ചിന്തകൾ. അതായത് വരും പോകും. സോ അതുകൊണ്ട് ചിന്തകളിൽ അധികം ചെയ്യരുത്, വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. സോ ചിന്തകൾ വെറും സ്പന്ദനങ്ങളാണ്, വരും പോകും. അതുപോലെ വിഷമങ്ങൾ, ആവശ്യമില്ലാതെ വിഷമിക്കരുത്. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അതൊരു നോട്ട് ബുക്ക് എടുക്കുക. അതിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ വിഷമം സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, അവന് അഥവാ തെറ്റുണ്ടെങ്കിൽ പറയാം, ഈ തെറ്റ് എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, അത് നോക്കുക. അത് മാറ്റാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രശ്നം മാറും. അപ്പോൾ അവിടെ ഇത് മാറും. എന്നിട്ട് അപ്പോൾ നമ്മളെ കുറ്റബോധം മാറിക്കിട്ടും. അങ്ങനെ ചെയ്യാം. എന്നിട്ട് വിശ്വാസമുള്ളവരോട് പറയണേ അങ്ങനെ ആട്ടുക. എന്നിട്ട് നമ്മുടെ ഇത് പോവുക. അധികം വിഷമങ്ങളൊന്നും വെക്കലേന്ന്. ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ, പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നം വന്നത്, എനിക്ക് മനസ്സിലായി, ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത്, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് എന്താ പറ്റുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുക. പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരികയേ ചെയ്യരുത്, വരുത്തരുത് നമ്മൾ. അതായത് നമ്മളൊരു പുറത്ത് കാണുമ്പോൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയണം, റൊണാൾഡോയൊക്കെ പറയില്ല ഞാനാണ് ബെസ്റ്റ്, അങ്ങനെ പറഞ്ഞേക്ക്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ മികച്ച ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നാലും പറയാം ഞാനാണ് ബെസ്റ്റ്. അത് നമുക്കൊരു പ്രത്യേകതരം കോൺഫിഡൻസ് തരും. സോ ഞാനാണ് ബെസ്റ്റ്, അങ്ങനെ ചിന്തിക്കുക. സോ പോസിറ്റീവായിട്ടിരിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ടിരുന്ന ഒരു നെഗറ്റീവിനും ഒരു ചീത്ത ചിന്തക്കും നമ്മൾ പിടിച്ച് കുലിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കും, ഇരുമ്പായിട്ടിരിക്കും. സോ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം അങ്ങനെ ആർക്കും വേണ്ടി കൊടുക്കരുത്. ഒന്നിനു വേണ്ടി ആരോടും കെഞ്ചാൻ നിൽക്കരുത്. അതിപ്പോൾ എന്തായിക്കോട്ടെ, ഒരു തുള്ളി വെള്ളമാണെങ്കിലും നമ്മൾ എങ്ങനെയും കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ ആൾക്കാരോട് കെഞ്ചാൻ നിൽക്കരുത്, ഒന്നിനും കെഞ്ചരുത്, തല കുനിക്കരുത്. സോ ബി യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, മുന്നോട്ട് പോകാം.